ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഗെയിൻ. എൻ്റെ ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഞാനൊരു യാത്ര പോവാണ്. അതും ചെന്നൈ വരെ തന്നെ ബസ്സിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പോകുന്നത് തന്നെ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് എക്സൈറ്റ്മെൻറ്റുകളുണ്ട്. കാരണം ഞാൻ ഒരുപാട് വർഷമായി തന്നെ ട്രാവൽ ചെയ്ത്. കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ചെന്നൈയിൽ സ്ഥിരമായിട്ട് പോകുന്ന ഞാൻ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ചെന്നൈയിലേക്കുള്ള പോക്കിൻ്റെ അളവ് ഒന്ന് കുറഞ്ഞു. ബസ്സിൽ അപ്പർ ബർത്താണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആകാശ കാഴ്ചകൾ കാണുന്ന പോലെയാണ് ഞാൻ എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അവർ ബിസ്ക്കറ്റും അതുപോലെ വെള്ളമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ചെന്നൈയുമായിട്ടുള്ള എൻ്റെ ആത്മബന്ധം തുടങ്ങിയത് 2014 ഗ്രാജുവേഷനും കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് ചെന്നൈയിലോട്ട് വണ്ടി കയറുമ്പം ചെന്നൈയുമായിട്ട് ഇത്രത്തോളം ആത്മബന്ധം ഉണ്ടാവുന്നോ അല്ലെങ്കിൽ ഇത്രയും വർഷം അവിടെ പഠിക്കാൻ കഴിയുന്നോ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. യാത്രയിൽ ഉടനീളം രാജേട്ടൻ ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് എൻ്റർടൈൻ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റക്കാ പോയതെന്നുള്ള ഒരു ഫീലിംഗും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോയത് ഇരിട്ടി വഴി മൈസൂരിലൂടെ ബാംഗ്ലൂർ എത്തി അവിടുന്ന് ചെന്നൈയിലോട്ടാണ്. ഏകദേശം ഒരു 17 മണിക്കൂർ ഞാൻ ആ വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണിക്ക് കയറിയ ഞാൻ പിറ്റേന്ന് രാവിലെ 6:30 ആയപ്പോഴാണ് ചെന്നൈയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. രാത്രിത്തെ ആഹാരം അമ്മ വീട്ടിൽ നിന്ന് തന്നെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് എനിക്ക് എവിടെ ഇറങ്ങേണ്ടി വന്നില്ല. എനിക്ക് കിട്ടിയ സീറ്റിന്റെ കുഴപ്പമാണോ അതോ എൻ്റെ അന്നത്തെ ഹെൽത്ത് കണ്ടീഷന്റെ കുഴപ്പമാണോ എന്നറിയില്ല. ഞാൻ ഈ കഴിച്ച 2 സ്പൂണും ഞാൻ അപ്പം തന്നെ വോമിറ്റ് ചെയ്തിട്ടുണ്ടായി. പിന്നെ ഒരൊറ്റ കിടത്തമായിരുന്നു. രാവിലെ ആയതേ ഓർമ്മയുള്ളൂ. അങ്ങനെ നമ്മളൊരു 6:30 ആകുമ്പോൾ തന്നെ ചെന്നൈ റീച്ചായി. പുലിവാൽ കല്യാണത്തില് സലീം കുമാർ പറയുന്ന ഒരു ഡയലോഗില്ലേ, കൊച്ചി എത്തി, അതേപോലത്തെ ഡയലോഗായി ഇപ്പം ചെന്നൈ എത്തുമ്പോൾ പറയാം. ആ ഒരു കൂവത്തിന്റെ മണം, കൂവം പറഞ്ഞാൽ അവിടെയുള്ള ഒരു തോടോ അങ്ങനെ എന്തോ ഒരു സാധനം, ഫുള്ള് നല്ല കച്ചറ വെള്ളമായിരിക്കും, നല്ല സ്മെല്ലും ഉണ്ടാവും. എന്താണെന്നറിയില്ല, ഈ ഒരു ചെന്നൈൻ്റെ കുത്തകയായിട്ടുള്ള ഒരു സ്മെല്ലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാല്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ബസ്സുകളും കുറേ പെട്ടി ഓട്ടോകളും പിന്നെ പെണ്ണുങ്ങളൊക്കെ MITL എടുത്തിട്ട് പോകുന്നതാണ് കേട്ടോ രാവിലെ മാർക്കറ്റിലേക്കെല്ലാം. നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് രാവിലെ ചെന്നൈയിലെ റോഡുകൾ കാണാൻ. അധികം വണ്ടിയൊന്നും അങ്ങനെ ഉണ്ടാവില്ല, എന്നാലും അത്യാവശ്യം ഈ നിൽക്കുന്ന ഓട്ടോ ചേട്ടന്മാരൊക്കെ ആൾക്കാരെ കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരാ. ടൂറിസ്റ്റ് ബസ്സിലാവുമ്പോൾ ആൾക്കാർ എന്തായാലും ലോങ് ആയിട്ട് പോകുമല്ലോ. അങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷൻ ആയിട്ടുണ്ടായിരുന്ന ചെന്നൈ കോയമ്പേടിലാണ് ഞാൻ ഇറങ്ങിയത്. സാധാരണ ഞാൻ ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞാൽ ഓലയല്ലാണ്ട് വേറെ ഒരു ഓട്ടോവും പിടിക്കാറില്ല. പ്രൈവറ്റ് ഓട്ടോകളൊക്കെ മലയാളീസാന്ന് അറിഞ്ഞാൽ കഴുത്തിറക്കണ റേറ്റാ പറയാ. 80 രൂപക്ക് പോകേണ്ട സ്ഥലത്ത് നിന്ന് എൻ്റെ കയ്യിൽ ഇയാൾ 150 രൂപ വാങ്ങി. സാരമില്ല, നമ്മൾ സേഫായിട്ട് സ്ഥലത്തെത്തിയല്ലോ. തമിഴിയൻസിൻ്റെ ഒരു ഗുണമാണ് അവർ സ്ത്രീകളെ ബഹുമാനിക്കൽ കുറച്ച് കൂടുതലാണ്. കാരണം അവർ വലുതായാലും ചെറുതായാലും അമ്മ എന്നുള്ള വാക്ക് ചേർത്തിട്ടാണ് നമ്മളോട് സംസാരിക്കുക. പിന്നത്തെ അവരുടെ പെക്യുലാരിറ്റി എന്ന് വെച്ചാൽ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആയിരിക്കും. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വേണം അല്ലെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് എത്തണം, ഇപ്പോൾ ആരോടെങ്കിലും വഴി ചോദിക്കുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ എന്ത് റിസ്ക് എടുത്ത് നമുക്ക് ആ കാര്യം ചെയ്തു തരും. അങ്ങനെ ഞാൻ ഒരുവിധം തപ്പിപ്പിടിച്ച് ഏട്ടൻ്റെ ഫ്ലാറ്റിലെത്തിയിട്ടാ. 4th ഫ്ലോറിലെ ഫ്ലാറ്റ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി വെച്ചിട്ട് നടന്നു കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങ് ലിഫ്റ്റിലേക്ക് കയറി. ഒരുപാട് ട്രാവൽ സിക്നസ് ഉള്ള ഒരാളല്ല എങ്കിലും ചെറിയ ചെറിയ കുലുക്കലും അതുപോലെയുള്ള ബസ്സിലുള്ള യാത്രയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നലുണ്ട്. ഈ നടന്നു വരുന്ന ആളാണ് ബീനേച്ചി, ഏട്ടൻ്റെ വൈഫ്. തളർന്നു വന്നിട്ടും ഫോണും പിടിച്ചിരുന്ന് വീഡിയോ എടുക്കുന്നത് കണ്ടേരം പോയി കുളിച്ചിട്ട് വാ, വല്ലതും കഴിച്ചിട്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞ ഡയലോഗാണ് നിങ്ങളിപ്പോൾ കണ്ടത്. തറവാട്ട് വീട്ടിൽ ജനിച്ചു വളർന്നുകൊണ്ട് തന്നെ ഇവരൊക്കെ വെക്കേഷന് വരാൻ വേണ്ടി പണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കലുണ്ടായിരുന്നു. കാരണം നമ്മൾ കുട്ടിയൊക്കെ ഇവരൊക്കെ നാട്ടിൽ വരുമ്പോഴാണ് ഭയങ്കര എനർജി ഉണ്ടാവുക. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാത്രിയിലാവുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒത്തുചേർന്ന് മിമിക്രിയും ഓണാക്റ്റും പല കഥകളും പാട്ടുകളൊക്കെ പാടി. അതൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ടിഫിൻ അയക്കാനിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഏട്ടൻ എഴുന്നേറ്റു. പിന്നെ നമ്മൾ വേഗം റെഡിയായി കോളേജിലേക്കുള്ള യാത്ര തുടങ്ങി. നമ്മളെ ജീവിതത്തിലെ അപ്സ് ആൻഡ് ഡൗൺസിന് നമ്മൾക്ക് കൂടെ നിൽക്കാൻ കയ്യിലുണ്ടാവുന്ന ചുരുക്കം ചില ആൾക്കാരുണ്ടാവല്ലോ, അതിലൊരാളാണ് വിനോദേട്ടൻ. ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നീ ഈ കോഴ്സ് എടുക്കണം, ചെന്നൈയിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് മോട്ടിവേഷൻ തന്നതും മൂപ്പരാണ്. എത്ര വലിയ തിരക്കിലും മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ അതിൽ പരം സമ്മാനം നമുക്ക് അവർക്ക് കൊടുക്കാനേ കഴിയില്ല. സമയമാണ്
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് മെല്ലനെ നമ്മൾ കോളേജ് ക്യാമ്പസിലേക്ക് എൻ്റർ ആയി. മദ്രാസ് യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിലുള്ള ഓട്ടോണോമസ് ആയിട്ടുള്ള ഈവനിങ് കോളേജാണ് DG വൈഷ്ണവ് കോളേജ്. ഇതിൻ്റെ അകത്ത് കയറുമ്പം തന്നെ ഒരു അമ്പലത്തിൽ കയറിയ പ്രതീതിയാണ് ഉണ്ടാവുക. ജെയിൻ കോളേജ് ആയതുകൊണ്ട് തന്നെ പ്യുവർ വെജിറ്റേറിയൻ കോളേജാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് കുറച്ച് നേരം പോസ്റ്റ് ആകേണ്ടി വന്നെങ്കിലും കുറച്ച് നേരം നമ്മൾ പരിശ്രമം കാരണം നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയതിൻ്റെ സന്തോഷമാണ് നിങ്ങൾ ആ മുഖത്ത് കണ്ട പുഞ്ചിരി. ജെയിൻ കോളേജ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഷോൾ യൂസ് ചെയ്യണം, ജീൻസ് യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ അതൊക്കെ നമ്മളെ കോളേജിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള കുറച്ച് സാമഗ്രികളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ കയറി. അവിടുന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട്. ദൈവാനുഗ്രഹം കൊണ്ട് പോയ കാര്യമെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വിജയശ്രീ ലാളിതരായിട്ട് വീട്ടിലെത്തി നോക്കുമ്പോൾ ബീരീച്ചി തകൃതിയായിട്ടുള്ള പാചകത്തിലാണുള്ളത്. ഇന്നലെ നൈറ്റിലെ ബസ് യാത്രേൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കാരണം എൻ്റെ തലക്ക് ഇന്നും ചെറിയൊരാട്ടുണ്ടായിരുന്നു. അത് മാറാൻ ഒരു നല്ലൊരു കുളിയും അതുപോലെ ഉറക്കവും വേണ്ടി വന്നു. ഉച്ചക്കത്തെ ഊണിന് സ്പെഷ്യലായിട്ട് ചോറും സാമ്പാറും പയറ് വറവും പിന്നെ ആവൂല് പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് ഈവനിങ് ആയപ്പോൾ എല്ലാവരും കൂടെ പുറത്തേക്ക് പോയി. പുറത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പോയത് 15th ഫ്ലോറിലാണ്. ഒന്ന് മേലെ പോയി 16th ഫ്ലോറിൽ നിന്ന് താഴെയുള്ള ഭംഗിയൊക്കെ കാണാനൊക്കെ വിചാരിച്ച് പോയതാണ്. ഭയങ്കര രസമായിരുന്നു മേലിൽ നിന്ന് താഴെ നോക്കുമ്പോൾ. ഏതൊരു കാര്യവും നമ്മളെ കയ്യിൽ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അതിൻ്റെ വാല്യൂ അറിയില്ലായിരിക്കും. അതുപോലെ തന്നെയാണ് സമയവും. ഈ ഒരു നിമിഷം നമുക്ക് എത്ര മൂല്യമുള്ളതാണ്, എത്ര വാല്യുബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അത് നമ്മുടെ മെമ്മറി ആവണം. അത് കഴിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് ഏതൊരു കാര്യത്തിൻ്റെയും വില നമുക്ക് മനസ്സിലാവുള്ളൂ. അത് എന്നതെന്നൊന്നുമില്ല, എന്തും ആവാം, ചിലപ്പോൾ ആൾക്കാരാവാം. കുറച്ച് നേരം അങ്ങനെ മുകളിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുമ്പം കണ്ണപ്പനെ ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു. 2 ദിവസമായിട്ട് ഞാൻ കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അമ്മേനെ അവൻ ഇക്ഷ, ഉപ്പ, ഉമ്മ എല്ലാം വരപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഞാനില്ലാത്ത സാഹചര്യത്തിലാണ് കുറച്ചും കൂടി നല്ല കുട്ടിയായിട്ടുണ്ട് ചെയ്തത് അമ്മ പറയുന്നുണ്ടായി. അതെല്ലേലും അങ്ങനെ തന്നെയല്ലേ, അമ്മമാരും അച്ഛന്മാരും ഒക്കെ കൂടെ ഉണ്ടാകുമ്പം ഭയങ്കര വികൃതിയായിരിക്കും. അവരൊന്ന് മാറി നിന്ന് നോക്കട്ടെ, ഇത്രയും അനുസരണയുള്ള കുട്ടികൾ ലോകത്തുണ്ടാവില്ല. അങ്ങനെ ഫ്ലാറ്റിന്റെ മേൽക്കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ മെല്ലനെ താഴേക്ക് ഇറങ്ങിയിട്ട് താഴെ ഇവർക്ക് ബിൽഡിങ്ങിന്റെ വക ഒരു പാർക്കൊക്കെ ഉണ്ടായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്കിവിടെ പോയപ്പോൾ ശരിക്കും ഷാർജയിലോ ദുബായിലോ ഒക്കെ പോയ ഒരു ഫീലാണ് ഉണ്ടായത്. നൊസ്റ്റാൾജിയ വന്നത് നേരെ അങ്ങോട്ടേക്കാണ്. ചെന്നൈയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പോലെ എനിക്ക് തോന്നിയത്. കാരണം ഞാൻ പഠിച്ച ഹോസ്റ്റലും ഇവർ മുന്നേ താമസിച്ച വീടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. അതിന് ആ ചെന്നൈൻ്റേതായിട്ടുള്ള ഒരു മുഖമുദ്ര ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ശരിക്കും എനിക്ക് ഷാർജയിലോ ദുബായിലോ ഒക്കെ പോയ ആ ഒരു സിക്നെസ്സാണ് വന്നുകൊണ്ടിരുന്നത്. ഞാനിങ്ങനെ ബീനീച്ചിയോട് പറയായിരുന്നു, എനിക്ക് ഷാർജയിൽ പോകാനുള്ള ഒരു പൂതിയാണ് ഇവിടെ വന്നപ്പോൾ ട്രിഗറായി. നമ്മൾ താഴെ ഇറങ്ങുന്ന സമയത്ത് അത്യാവശ്യം സൺലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോഴേക്ക് സ്ട്രീറ്റിലൊക്കെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് പളവളാ മിന്നുന്നുണ്ടായി. നല്ല ഭംഗിയുണ്ടായി രാത്രി കാണാൻ ഇതൊക്കെ. അങ്ങനെ വീട്ടിലെത്തി നമ്മൾ പിന്നെ ഡിന്നറൊക്കെ കഴിച്ച് വേഗം കയറി കിടന്നുട്ടാ. രാവിലെ നമുക്ക് ഏർലി മോർണിംഗ് ആണ് ഫ്ലൈറ്റ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാം കൂടി ആകുമ്പം ഒരുപാട് ലെങ്തി ആയിപ്പോവും വീഡിയോ. അപ്പോൾ ചാനലൊന്ന് കയറി നോക്കി കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയ്ക്കുള്ളൂ. വീണ്ടും കാണാം. ബൈ.